പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, PSCയുടെ മാർച്ച് മാസത്തിലെ പരീക്ഷാ കലണ്ടർ പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യമായിട്ട് പരീക്ഷകളും ഇന്ന തീയതികൾ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ സിലബസ് എന്താണെന്നുള്ളതും വിശദമായിട്ട് മാർച്ച് മാസത്തിലെ പരീക്ഷാ കലണ്ടറിലുണ്ട്. അപ്പോൾ അധികം ആളുകൾ ഒട്ടേറെ ആളുകൾ എഴുതുന്ന പരീക്ഷകൾ മാർച്ച് മാസത്തിൽ അധികം ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ സ്കൂളുകളിലൊക്കെ പരീക്ഷകളൊക്കെ നടക്കുന്നത് കൊണ്ടാകാം, പരീക്ഷകൾ അറേഞ്ച് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് ആയതുകൊണ്ടാകാം. എന്താണെങ്കിലും കുറച്ച് പേരൊക്കെ എഴുതുന്ന പരീക്ഷകളാണ് ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ചും വന്നിട്ടുള്ളത്, മാർച്ച് മാസത്തിൽ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ചില പരീക്ഷകൾ മാർച്ചിൽ ഇല്ല എന്നുള്ളതും ഈ പറഞ്ഞ മാർച്ച് മാസത്തിലെ കലണ്ടർ വന്നതോടുകൂടി നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മാർച്ച് വരെ ചില പരീക്ഷകളില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ബൈൻഡർ ഗ്രേഡ് 2 അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ ക്ലർക്ക് എക്സ് സർവീസ്മെന്നിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ക്ലർക്കിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അത് മാർച്ച് 11-നാണ് ആ ഒരു പരീക്ഷ നടക്കുക. ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് STക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ജീവനക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മാർച്ച് 15-ാം തീയതി ആ പരീക്ഷ നടക്കുകയാണ്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 അതും NCA വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം മാർച്ച് 18-ാം തീയതി മാർച്ച് 18-നാണ് അത് നടക്കുക എന്നുള്ളത് PSC അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വിശദമായിട്ടുള്ള സിലബസും ഈ കലണ്ടറിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ഈ കലണ്ടർ നോക്കി സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇതിൽ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതികൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആ തീയതികൾ കൺഫർമേഷൻ കൊടുക്കാനും ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് അത് ഈ പറഞ്ഞതുപോലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ 20-ാം തീയതി മാർച്ച് 20-ാം തീയതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സർജൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ ജൂനിയർ കൺസൾട്ടന്റ് ജനറൽ സർജറി അതും ഹെൽത്ത് സർവീസിലേക്കുള്ള നിയമനമാണ്. ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്സ് NCA വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്സ് അത് 27-ാം തീയതി മാർച്ച് 27-ന് നടക്കുന്നു. ഡെന്റൽ ഹൈജീനിസ്റ്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ദ്രവ്യഗുണ ആ ഒരു ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള നിയമനമാണ്. അതും ഈ ഒരു മാർച്ച് 27-ന് നടക്കുകയാണ്. ദെൻ ക്ലിനിക്കൽ ഓഡിയോമെട്രീഷ്യൻ ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. അതും മാർച്ച് 27-ാം തീയതി നടക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർച്ച് മാസത്തിലെ PSC പരീക്ഷാ കലണ്ടറിലുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള മാർച്ചിൽ നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾ ഇതൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർ കൺഫർമേഷൻ കൊടുക്കാൻ ആദ്യം കൺഫർമേഷൻ കൊടുക്കുക. സിലബസ് ശരിയായി മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ മാർച്ച് വരെയുള്ള പരീക്ഷാ കലണ്ടർ ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയുള്ള പരീക്ഷാ കലണ്ടർ പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള പരീക്ഷകളുടെ ഷെഡ്യൂൾ PSC മോസ്റ്റ് പ്രോബബ്ലി ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഏകദേശ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി തയ്യാറെടുക്കുക. നിങ്ങളെ പ്രിപ്പറേഷനെ കൂടുതൽ സഹായിക്കാൻ ഇവയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.